ഹലോ ഫ്രണ്ട്സ്, SK7 ക്രിയേറ്റീവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കാളവണ്ടി രൂപത്തിലുള്ള ഒരു ഫ്ലവർ പോട്ട് എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ആദ്യം നമുക്ക് കാർഡ്ബോർഡിൽ ഒരു കാളവണ്ടിയുടെ രൂപം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മളുടെ 17 സെൻറ്റിമീറ്റർ നീളവും 9 സെൻറ്റിമീറ്റർ വീതിയുമുള്ള അതുപോലത്തെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. പിന്നീട് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ 2 സൈഡ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിന് ക്രോസ് ആയിട്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡത്തും ഇതുപോലെ 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്തതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഈ കാളവണ്ടിയുടെ സൈഡിൽ കാണുന്ന ഒരു ഫ്രെയിമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 ഫ്രെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 3 സെൻറ്റിമീറ്റർ വീതിയുള്ള 1 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് അതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സി മോഡലിൽ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സി പോലെ റെഡിയാക്കി എടുത്ത പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന അവിടെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഹമ്പ് പോലെ കിട്ടാനാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള ഒരു പീസും കൂടി ഇവിടെ വരും. അപ്പോൾ സിമെൻറ്റ് മൊത്തമായിട്ട് നമുക്ക് അവസാനം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രെയിം പോലെ നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു 4 പീസ് നമ്മൾ സി മോഡലിൽ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലത്തെ ഒരു 3 ഫ്രെയിം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഫ്രെയിം ഇതിൻ്റെ ബാക്കിലേക്കാണ്. അതിനുശേഷം നമ്മൾ 20 സെൻറ്റിമീറ്റർ നീളവും 12 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഇതുപോലത്തെ ഒരു കാർബണിൻ്റെ പീസ് നമ്മൾ അടിഭാഗം ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്രെയിം മൊത്തം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൊത്തമായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 3 സൈഡും ഇതുപോലെ നമ്മൾ ഫ്രെയിം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ടിലേക്കും ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ ഫ്രണ്ടിലെ പീസ് ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലത്തെ ചെറിയൊരു ഗ്യാപ്പ് വേണം. എന്നാലാണ് സിമെൻറ്റിൽ മൊത്തമായിട്ട് ഇറങ്ങുള്ളൂ. പിന്നീട് നമുക്ക് നമ്മുടെ കാളവണ്ടിക്ക് ഒരു വീല് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വീല് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഡിസ്കിൻ്റെ വലുപ്പത്തിലാണ്. ഈ ഡിസ്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രോസ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് കോമ്പസ് ഉപയോഗിച്ചിട്ട് റൗണ്ടിലൊന്ന് വരച്ചെടുക്കാം. ഈ വീലിൻ്റെ എൻഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇതും റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. പിന്നീട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലും അടിഭാഗത്ത് 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇതങ്ങനെ എല്ലാവരുടെയും മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ചെറിയൊരു കാർഡ്ബോർഡിൽ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ആ 4 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത് അവിടെയൊക്കെ ഓരോ പീസുകൾ വെച്ച് കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ നമുക്ക് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. Yeah.
അങ്ങനെ നമ്മൾ വീലിൻ്റെ അകത്തുള്ള പീസുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്കുള്ളൊരു പീസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീലിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായി. ഇനി ഇതിലേക്ക് സിമെൻറ്റ് നിറച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വീലിൻ്റെ രൂപത്തിൽ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ 2 വീല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കുറച്ച് ആദ്യം ഒന്നും വെള്ളം ഒഴിക്കാതെ അതുപോലെ പേസ്റ്റ് രൂപത്തിൽ കുറച്ച് സിമെൻറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ ഫ്രെയിമിലേക്ക് മൊത്തമായിട്ടൊന്ന് അതിൻ്റെ അകത്തേക്ക് സിമെൻറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡിൽ മൊത്തമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഹമ്പിലേക്കും ഇത് നന്നായിട്ട് സിമെൻറ്റ് ഇറങ്ങും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, സിമെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ഇറങ്ങിക്കോളും. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹമ്പ് പോലെ കാണാൻ പറ്റും. ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് സിമെൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇൻസൈഡ് നന്നായിട്ട് മിനുസാക്കി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ആ കാർഡ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വീലിലേക്ക് സിമെൻറ്റ് നിറച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മളൊരു കുപ്പിയിൽ നിറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അടപ്പ് ഇതുപോലെ ഹോളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൽ സിമെൻറ്റ് നിറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്കിതിൽ രണ്ടിലും ഒന്ന് സിമെൻറ്റ് മൊത്തമായിട്ട് നിറച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 വീലിലും സിമെൻറ്റൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ സിമെൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാർഡ്ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീല് നമ്മൾ വിചാരിച്ചതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സിമെൻറ്റൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, എവിടെയും പൊട്ടലും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ 2 വീലിൻ്റെ കാർഡ്ബോർഡൊക്കെ നമ്മൾ എടുത്ത് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിൻ്റെ കാർഡ്ബോർഡൊന്ന് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ പുറമേയുള്ള കാർഡ്ബോർഡിൻ്റെ ഫ്രെയിം എടുക്കാൻ കുറച്ച് പാടായിരിക്കും, അവിടെ ഹമ്പൊക്കെ ഉള്ളതുകൊണ്ട്. എന്തായാലും നമുക്ക് ഈ കാർഡ്ബോർഡ് മൊത്തമായിട്ട് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഇത് കാർഡ്ബോർഡിൽ ചെയ്തുകൊണ്ട് ഉണ്ടാകും പുറം ഭാഗം നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിലുണ്ട്, നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ മുകൾ ഭാഗം മാത്രം എമിരി പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് മിനുസപ്പെടുത്തി എടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത 2 വീലും ഒന്ന് മിനുസപ്പെടുത്തി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വൈറ്റ് സിമെൻറ്റ് മൊത്തമായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ ഹമ്പിൻ്റെ അവിടെയൊക്കെ വല്ല ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിക്കോളും. അതിനുശേഷം നമ്മൾ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എടുത്തിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ നീളത്തിൽ. ഇതിലേക്കാണ് നമ്മൾ വീല് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീല് സെറ്റ് ചെയ്യുന്നത് നമ്മൾ MCL ഉപയോഗിച്ചിട്ടാണ്. MCL ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും. ഇത് നമുക്ക് 2 വീലൊന്നും സെറ്റ് ചെയ്തെടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഫ്രെയിമിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളിവിടെ കുറച്ച് ബാക്ക് തള്ളിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്, അപ്പോൾ കാണാനായിട്ടൊരു ഭംഗിയുണ്ടാവും. MCL ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും ഒട്ടിക്കുന്നത്. ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ വീലിൽ മാത്രമായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. വീലിലും ആ പൈപ്പിലും ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. ഇതെല്ലാം പെയിൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ കാണാൻ വേണ്ടി തിരിച്ച് സാധാരണ വയ്ക്കുന്ന പോലെ വയ്ക്കാം. അതിനുശേഷം നമ്മളിവിടെ ആ ഹമ്പ് വരുന്നവിടെ മാത്രമായിട്ട് ഫ്രെയിമർ കളർ പെയിൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രെയിമർ കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ കൊടുക്കാം.
ഇതിൻ്റെ പെയിൻ്റെല്ലാം ഉണങ്ങിയതിന് ശേഷം മനോഹരമായ ചെടികളൊക്കെ ഇതിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ഇതൊരു ഫ്ലവർ പോട്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടേബിളിൻ്റെ മുകളിലൊക്കെ ചുമ്മാ ഒന്ന് വെച്ച് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ലഭിക്കാനായി ഞങ്ങളുടെ SK7 ക്രിയേറ്റ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. And do you see you got me falling in more times than I can get